അല്ലാഹു സുബ്ഹാനഹു തആല നിരവധി പരീക്ഷണങ്ങൾ നൽകി മനുഷ്യനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യത്തിലേക്ക് കടന്നുപോയ ആളുകൾ വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങൾ പേറുകയാണ്. ഒരുപാട് രോഗങ്ങൾ അവരെ പിടികൂടിയിരിക്കുന്നു. മാനസികവും ശാരീരികവുമായി എല്ലാ ഇടങ്ങളിലും അവഗണന അനുഭവിക്കുന്നവരാണ് പ്രായമുള്ളവർ. കുടുംബത്തിലായാലും സമൂഹത്തിലായിരുന്നാലും ഒരുപാട് ആളുകൾ അവരെ അവഗണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് പ്രായമുള്ള ആളുകൾ കഴിയുന്നത്. പ്രായം ഒരു രോഗമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. എന്തിൽ നിന്ന്? വാർദ്ധക്യത്തിൻ്റെ പ്രയാസത്തിൽ നിന്ന്. ചോദിച്ചുകൊണ്ടിരിക്കണം 5 നേരം. അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ റബ്ബിനോട് ചോദിക്കേണ്ട ചോദ്യം ആരോഗ്യം ഉണ്ടാകുവാൻ വേണ്ടിയാണ്. ആരോഗ്യത്തിൻ്റെ മുമ്പ് നമുക്കുണ്ടാവേണ്ടത് ഹിദായത്താണ്. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യൻ ആദ്യം കിട്ടേണ്ട അനുഗ്രഹം ഹിദായത്താണ്. അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഹിദായത്തില്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം ആരോഗ്യം ഉണ്ടായിട്ടൊരു കാര്യമില്ല. അയാൾക്ക് ഈ ദുനിയാവിൽ ആരോഗ്യത്തോടു കൂടി സുഖമായി ജീവിക്കുക എന്നതിൽ കവിഞ്ഞു അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി അദ്ദേഹത്തിന് ഹിദായത്തില്ലാത്തതിൻ്റെ പ്രയാസം അയാൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ 5 നേരവും ഒരു മുസൽമാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ഹിദായത്താണ്, അല്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കാം, നിന്നോട് മാത്രം സഹായം തേടാം. അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെയ്യുന്ന വാഗ്ദത്തമാണ്. അത് കഴിഞ്ഞ ഉടനെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിൽ, നേരായ മാർഗത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ സഞ്ചരിപ്പിക്കണം. ഹിദായത്ത് തരണം, ഹിദായത്ത് ആഗ്രഹിക്കുന്നു. ഈ ഹിദായത്ത് ചോദ്യം 5 നേരവും മുസൽമാൻ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരും സാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കന്മാരുമൊക്കെ സഞ്ചരിച്ച ആ പാതയിൽ, അതാണ് ആ സന്മാർഗ്ഗമാണ്. ലോകത്ത് മറ്റാരെങ്കിലും കാണിച്ചു തരുന്ന സന്മാർഗമല്ല. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും സിദ്ദീഖങ്ങളും ഒക്കെ കാണിച്ചു തന്ന ആ സന്മാർഗം ഞങ്ങൾക്ക് നീ നൽകണമേ. അതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അനുഗ്രഹിച്ച ആ അള്ളാഹുവിന് അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരും സിദ്ദീഖീങ്ങളും ശോതാക്കന്മാരും സ്വാലിഹീങ്ങളും ഒക്കെ ജീവിച്ച അതേ മാർഗത്തിൽ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, പടച്ചോനെ നീ കോപിക്കപ്പെട്ട, നിന്റെ തിന്മകൾക്ക് പാത്രീഭൂതരായ, നിന്റെ ശാപത്തിന് വിധേയരായ വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. ഞങ്ങളെ നീ അമ്പിയാക്കന്മാരും സാലിഹ്യങ്ങളും സിദ്ദീഖീങ്ങളും ഒക്കെ ജീവിച്ച മാർഗത്തിൽ സഞ്ചരിപ്പിക്കണം. ഞങ്ങൾക്ക് നീ സന്മാർഗം നൽകണം. അപ്പം ഈ സന്മാർഗം ചോദിക്കുക 5 നേരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചോദിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ, അല്ലാഹുവേ ഞാൻ നിന്നോട് സന്മാർഗം ചോദിക്കുന്നു. സന്മാർഗം പഠിപ്പിക്കാൻ വേണ്ടി വന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് സന്മാർഗം ചോദിക്കുകയാണ്. അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ, തഖ്വ. തഖ്വയും ഹിദായത്തും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ അള്ളാഹിനോട് ചോദിക്കേണ്ട ഒരു കാര്യമാണെന്ത്? ഹിദായത്ത്. ഹിദായത്ത് എപ്പോഴും ചോദിക്കണം. ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാനും ചോദിക്കണം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, സൂറത്ത് ആൽ ഇംറാനിലില്ലേ? എന്താ പറഞ്ഞത്? പടച്ചവനെ ഞങ്ങളുടെ ഹൃദയത്തിന് സന്മാർഗം നൽകിയതിന് ശേഷം പടച്ചവനെ ഞങ്ങളുടെ മനസ്സിനെ നീ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകരുത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഹിദായത്ത് ഞങ്ങൾക്ക് തന്നതിന് ശേഷം. നിങ്ങൾ കണ്ടില്ലേ, പല ആളുകളും ഹിദായത്തിൽ കുറേ കാലം സഞ്ചരിക്കും, പിന്നെ അവരുടെ ഇസ്ലാമികമായ മൻഹജിൽ നിന്നൊക്കെ വഴിമാറി ജീവിക്കുന്നത് കണ്ടില്ലേ? എത്രയോ ആളുകൾ ഉണ്ടല്ലേ? എന്താ കാരണം? ഹിദായത്ത് നിലനിർത്താൻ കഴിയില്ല.
എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കണം ഹിദായത്ത് നിലനിർത്താൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സബ്ബിത്ത് കൽബി അലാ ദീനിക്, അല്ലാഹുവേ നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണം. കാരണം പലതരം ഓഫറുകൾ സമൂഹത്തിൽ നിന്ന് വരുമ്പോൾ മനുഷ്യൻ സന്മാർഗം കിട്ടിയ ആളുകൾ തന്നെ സന്മാർഗം പുറത്തു പോയിക്കോളും, പലരുടെയും വാഗ്ദാനങ്ങളിൽ പെട്ടിട്ട്. അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, സച്ചരിതമായ മാർഗത്തിൽ നിന്ന് വഴിവിട്ടു പോകും. ഇത് കാണാറില്ലേ? ഞാൻ ഉദാഹരണം പറയാത്ത എന്താ വെച്ചാൽ അങ്ങനെ ഓപ്പണായിട്ട് പറയേണ്ടതില്ല വെച്ചിട്ടാണ്. ഇവിടെ ഒരുപാട് പുരോഹിതന്മാരുണ്ട്, അവരൊക്കെ മരിക്കാൻ കാത്തിക്കുക അവരുടെ ശവകുടീരമാക്കാൻ, ജാറങ്ങളാക്കി മാറ്റാൻ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ അതിൻ്റെ പ്ലാനും പദ്ധതികളുമായി ജീവിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹിദായത്ത് നഷ്ടപ്പെടാണ്ടിരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. നിസ്കാര ശേഷം ദ്വാരക്കണം, റബ്ബന ഇന്നക അൻതൽ വഹാബ്, പടച്ചവനെ നീയാണ് വഹാബ്, ദാനമായി ധാരാളം ധർമ്മം നൽകുന്നവനാണ്. അതുകൊണ്ട് നീ എനിക്ക് ഹിദായത്താകുന്ന ധർമ്മം പടച്ചവനെ നൽകണം എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എപ്പോഴും കൽബ് ഉറപ്പിച്ചു നിർത്താൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ അറിയേണ്ട കാര്യം, എപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മളൊക്കെ എപ്പോഴാണ് പ്രാർത്ഥിക്കുക? സാധാരണ അള്ളാഹുവിനോട് നമുക്കൊരുപാട് പ്രയാസങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, മാറാ രോഗങ്ങൾ വരുമ്പോൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, കുടുംബം അന്യാധീനപ്പെടുമ്പോൾ, മക്കൾ വഴിവിട്ട് പിരിയുമ്പോൾ, മക്കൾ ദുർമാർഗത്തിലൂടെ യാത്രയാകുമ്പോൾ, ഏത് സമയത്താണ് മക്കൾ കയറി വരുന്നതെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത മക്കൾ, വേദനിപ്പിക്കുന്ന മക്കൾ, അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് രക്ഷിതാക്കൾ എന്ത് ചെയ്യുക? റബ്ബിനോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിസ്കരിച്ചാണ്ട് പോവുക ചെയ്യുക, അല്ലേ? പക്ഷെ പ്രാർത്ഥന എന്ത് വേണമെന്നറിയാം. റസൂൽ പറയാൻ മൻ സർറഹു അൻ യസ്തജീബല്ല, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകണം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അൻ യസ്തജീബല്ലാഹു ലഹു ഇന്ദ ശദായിദി വൽ കർബ്, ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യണമെങ്കിൽ ഫൽ യുക്സിർ അദ്ദുആ ഫി റഖാ, നിങ്ങളുടെ സന്തോഷ നാളുകളിൽ നിങ്ങൾ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമ്പോഴേ, ആനന്ദം ഉണ്ടാവുമ്പോഴേ, ആഹ്ലാദം ഉണ്ടാവുമ്പോഴേ അപ്പം പ്രാർത്ഥിക്കണം. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കില്ല, നമ്മൾ കുടുങ്ങുമ്പോഴാണ് പ്രാർത്ഥിക്കുക, അല്ലേ? അത് പോരാ, അത് തെറ്റാണ്. അത് അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട് ഇവിടെ. അതാ ഖുർആൻ പറഞ്ഞത് ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു, അവൻ ഇച്ഛിച്ചതെല്ലാം കൊടുക്കുകയും അവൻ ആഗ്രഹിച്ചതെല്ലാം അള്ളാഹു നൽകുകയും ഒക്കെ ചെയ്താൽ അത്തരം ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്താണ് നിങ്ങളെ ഹാല്? അൽഹംദുലില്ലാ, അല്ലേ? ഭയങ്കര സന്തോഷം പറയാം. ഫയഖൂലു, അവൻ പറയും റബ്ബി അക്രമൻ, എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു, റബ്ബിന് എന്നോട് ബഹുമാനമാണ്, അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. പ്രയാസങ്ങൾ ദുരിതങ്ങൾ വന്നാലോ ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഖദറ അലൈഹി റിസ്ഖുഹു, അവൻ്റെ നിത്യജീവിതത്തിലേക്കുള്ള ഉപജീവനം പോലും അള്ളാഹു ഒന്ന് കുടിസാക്കിയാലോ ഫയഖൂലു, അപ്പോൾ അവൻ പറയും റബ്ബി അഹാൻ, എൻ്റെ റബ്ബനെ നിന്ദിച്ചിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. നമ്മൾ ഏത് സമയത്തും അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, ഏത് അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത് അൽഹംദുലില്ലാ. അത് ചിലപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവും, പ്രയാസമില്ലാത്ത അവസ്ഥയുണ്ടാവും. പ്രയാസം കൂടുതൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ റബ്ബിനോട് പ്രാർത്ഥിക്കണം, സന്തോഷം കൂടുതൽ ഉണ്ടാകുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അതാണ് മുസ്ലിം. നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹിനെ വിടും, ദുഃഖം ഉണ്ടാകുമ്പോൾ നല്ല പള്ളിക്ക് കയറും, നല്ല റബ്ബിനോട് ദുആ ചെയ്യും, സങ്കടമൊക്കെ അള്ളാഹിനോട് പറയും. എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, അള്ളാഹു എനിക്ക് ഉത്തരം തരുന്നില്ല. എന്നാൽ അള്ളാഹ് എന്താ പറഞ്ഞത്? വൈദാ സഅലക ഇബാദി അന്നി, എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് നിന്നോട് ചോദിക്കും ആരാണ് അള്ളാഹ് എന്ന്. മറുപടി പറഞ്ഞേക്ക് ഫൈനി കരീബ്, അള്ളാഹു ആ മനുഷ്യനോട് ഏറ്റവും അടുത്തുണ്ടെന്ന്. ദൂരത്തൊന്നുമല്ല, വളരെ അടുത്തുണ്ട്. ഉജീബു ദഅവത്തദ്ദാ ഇദാ ദഅൻ, എന്നോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം കൊടുത്തിരിക്കും. അള്ളാഹ് പറയാം ഞാൻ കൊടുത്തിരിക്കും. ഉജീബു ദഅവത്തദ്ദാ ഇദാ ദഅൻ, എന്നോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അവനക്ക് ഉത്തരം കൊടുക്കും. അതുകൊണ്ട് ഫൽ യസ്തജീബൂലി, അവൻ്റെ ജീവിതം എനിക്ക് സമർപ്പിക്കട്ടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്. വൽ യുഅ്മിനൂ ബി, എന്നിൽ വിശ്വാസം അർപ്പിക്കട്ടെ. എന്നാലോ ലഅല്ലഹും യർഷദൂൻ, അള്ളാഹു അവരെ സന്മാരിലാക്കും, അത്തരം ആളുകളെ. അപ്പോൾ അള്ളാഹുവിനോട് ജീവിതം അള്ളാഹ്ക്ക് സമർപ്പിക്കണം.
എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു ഏറ്റവും അടുത്തുണ്ടെന്ന ബോധമുണ്ടാവണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരും. സൂറത്ത് അൽ ബഖറയിലെ 186 ആയത്ത്. സൂറത്ത് ഓഫിറിൽ അള്ളാഹു പറയുന്നു, വക്കാല റബ്ബുക്കും, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് ജന്മം നൽകിയ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവൻ നൽകിയ റബ്ബ് ദാ പറയുന്നു, വക്കാല റബ്ബുക്കും ദുഊനി അസ്തജിബുലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, അസ്തജിബുലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് അഹന്തയും അഹങ്കാരവും കാണിച്ച് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ സൂക്ഷിച്ചോളൂ. സയദ്ഖുലന്ന ജഹന്നമ ദാഖിലീൻ, നിങ്ങൾ നിന്ദ്യരും നികൃഷ്ടരുമായി നരകത്തിൽ പോകേണ്ടി വരും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നരകത്തിൽ പോകേണ്ടി വരും. അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാലോ അള്ളാഹു ഉത്തരം തരും. ഉത്തരം തരും എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. അത് അള്ളാഹു ഒരുപാട് ഇടങ്ങളിൽ പറയുന്നുണ്ട്. ഇനി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാലോ നരകം ഉറപ്പല്ലേ? അല്ല പറയാം. അല്ല പറയുന്നതായിട്ടുള്ള സൂറത്ത് അഹ്ഖാഫിൽ അല്ല പറയുന്നു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. വമൻ അളൽ, ഭൂമിയിൽ ഏറ്റവും വഴിവെച്ചവരാരാണ്? വമൻ അളൽ, ആരാണ് ഏറ്റവും വഴിവെച്ചത്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരെക്കാൾ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിവെച്ചവരാരാ? ഒമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, മൻ, ഒരാളോട്, ഏതൊരാളോട്, ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം കൊടുക്കാത്തവരോട്. അള്ളാഹു അല്ലാത്തോട് വിളിച്ചു പ്രാർത്ഥിച്ചാലേ ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടൂല. മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരാണ്. അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. ഒന്നുകിൽ അവർ മരിച്ചവരാണ്, അല്ലെങ്കിൽ അവർ വിഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തവരാണ്. അവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല. അപ്പം അവരൊക്കെ ഏറ്റവും വഴിവെച്ചതാണ്. പക്ഷേ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഭൂമിയിൽ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ സന്മാർഗികൾ. ആരാന്ന് വെച്ചാൽ പറയുന്നത് അള്ളാഹു അല്ലാതെ ബദരീങ്ങളെയും അമ്പത്തങ്ങളെയും കുണ്ടോട്ടങ്ങളെയും അജ്മീറിലെ ഹോജനെയും നാഗൂറിലെ ഹോജനെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അവരാണ് ഹിദായത്തിൽ നിന്ന്. അല്ല പറയുന്നതോ ഒമന്നല്ല, ആരുണ്ട് ഏറ്റവും വലിയ വഴിവെച്ചു. അറബി ഭാഷ ചെറുതായിട്ട് അറിയുന്നവർക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം ഞാൻ അതുകൊണ്ട് മുറിച്ച് പറഞ്ഞു. ഒമൻ അലൽ, ആരാണ് ഏറ്റവും വലിയ അലല്ല? ലാല്ല എന്നല്ല, അലൽ. ഒമൻ അലൽ മിമ്മൻ യദ്ഉ മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെയുള്ളവരോട് ദുആ ചെയ്യുന്നവരെക്കാൾ. ഒമൻ അലല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം നൽകാത്ത ആളുകളോട്. എന്നിട്ട് പറയാം വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവർ പ്രാർത്ഥിക്കുന്നത് അശ്രദ്ധയിലാണ്, അവർക്ക് കേൾക്കാൻ കഴിയില്ല. ഇനിയോ വഇദാ ഹുശിറന്നാസ് കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ. അല്ലാഹു പറയുന്നു വഇദാ ഹുശിറന്നാസ്, മനുഷ്യരെ മുഴുവനും അല്ലാഹു ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അതിലാരൊക്കെ ഉണ്ടാവും? ഈ മനുഷ്യരിൽ പരലോകത്ത് വിളിച്ച് പ്രാർത്ഥിച്ചവരും ഉണ്ടാവും, പ്രാർത്ഥിക്കപ്പെട്ടവരും ഉണ്ടാവും. അല്ലേ? ഇവിടെ വിളിച്ച് പ്രാർത്ഥിച്ചവർ മനുഷ്യന്മാരിപ്പോൾ ഹയാത്തിലുള്ളവർ, വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ടവരോ മൺമറഞ്ഞു പോയവർ ഒരുപാട് ആളുകളുണ്ട്. ഒന്നൊന്നും 2 10 അല്ല. അവരെയും പരലോകത്ത് ഒരുമിച്ച് കൂട്ടിയാൽ വൈദാ ഹുശ്റന്നാസ് കാനൂലഹും അഹദാ, ഈ നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ പരലോകത്തെത്തുമ്പോൾ അവർ നമ്മൾ ശത്രുക്കളാവും. അല്ല പറയാ കാനൂലഹും അഹദാ, അവർ ശത്രുക്കളായി മാറും. എന്നിട്ടോ വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ, അവർക്ക് നമ്മൾ ചെയ്ത ഇബാദത്തിനെ അവർ തള്ളിക്കളയും, നിഷേധിക്കും. ഞാൻ പറഞ്ഞില്ല, അതല്ല വേറെയും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടാണോ? ആരോട്? ബദരീങ്ങളോടും അമ്പർത്തങ്ങളോടും കൊണ്ടോട്ടങ്ങളോടും അജ്മീറിലെ ഹോജനോടും നാഗൂറിലെ ഹോജനോടും ഇങ്ങനെ ആരൊക്കെ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ട് അവരെല്ലാം പരലോകത്ത് നിർത്തിയിട്ട് അള്ളാഹു ചോദിക്കും അവരോട്. എന്ത്? വൈദാ ഹുശ്റന്നാസ്, മനുഷ്യന്മാർ ഒരുമിച്ച് യൗമ യഹ്ശുറുഹും, ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അള്ളാഹു ചോദിക്കും അൻതും അളൽതും ഇബാദി, എൻ്റെ അടിമകളെ നിങ്ങളാണോ വഴിവേൽപ്പിച്ചത്? നിങ്ങൾ പറഞ്ഞിട്ടാണോ അവർ നിങ്ങളോട് പ്രാർത്ഥിച്ചത്? ബദരീങ്ങളെ അമ്പത്തങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചത് നിങ്ങൾ പറഞ്ഞിട്ടാണോ? അൻതും അളൽതും ഇബാദി, എൻ്റെ ദാസന്മാരെ വഴിവേൽപ്പിച്ചത് നിങ്ങളാണോ? അതിനൊരു പറഞ്ഞ മറുപടി എന്താ? അവർ പറയും അവർ പറയും സുബ്ഹാനക മാക്കാന യംബഗീലന അന്നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, നിന്നെ കൂടാണ്ട് ഔലിയാക്കന്മാരുണ്ടായി കൊടുക്കൽ പടച്ചോനെ ഞങ്ങൾക്ക് യോജിച്ച പണിയല്ല, നമുക്ക് പറ്റിയ പണിയല്ലത്. നിന്നെ കൂടാണ്ട് ഔലിയാക്കന്മാരെ അവർക്ക് ഉണ്ടായി കൊടുക്കൽ ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല.
മാക്കാന എംബകീലനാൻ നത്തഹിത മിൻ ദൂനിക മിൻ ഔലിയാ വലാക്കിൻ, എന്നാൽ മത്തഴുത്തവും നീ അവരെ സുഖിപ്പിച്ചു. കാരണക്കാരൻ പഠിച്ചവനെ നീയാണ്. അവർ ബദരീങ്ങളെ മമ്പർത്തങ്ങളെ എനിക്ക് കുട്ടിയില്ല, കുട്ടിയെ തരാൻ അവർ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ നീ കുട്ടിനെ കൊടുത്തു. നീ കുട്ടിനെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി, കുട്ടിനെ കിട്ടി. ഉണ്ടോ? അപ്പോൾ സൂചിപ്പിച്ചതാരാ? ഒലാക്കിൻ മത്തഴുത്തവും, നീയാണ് അവരെ സൂചിപ്പിച്ചത്. വക്കാനു കോമം ബൂറ, അങ്ങനെ അവർ നശിച്ച സമൂഹമായി. ഞങ്ങളെല്ലാവരും ആരെല്ലാന്ന് നമ്മളൊന്ന് രംഗം ആലോചിച്ച് നോക്കൂ. ഭാവനയിൽ ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ ഒരു മാപ്പ് വരഞ്ഞിട്ട് ആ മാപ്പിൽ അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഒരു നമ്പർ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു കുത്തിട്ട് വെക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? വസൂരിക്കാലുണ്ടായ മാതിരി ഉണ്ടാവും. അത്ര കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പം ഈ പള്ളിയിൽ വരുന്ന ആളുകളിനെ അള്ളാഹിനോട് വിളിച്ചിട്ട് വരക്കണമല്ല. പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ വഴിമാറും. അള്ളാഹിനോട് എന്നെ പറയുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരും വഴി കയറും. അതുകൊണ്ടാണ് പടച്ചവനോട് 5 നേരവും വാഗ്ദാനം ചെയ്യുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടും, നിന്നെ മാത്രം ആരാധിക്കും. അഫ്ളലുൽ ഇബാദത്ത്, ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് അദ്ദുആ, പ്രാർത്ഥനയാണ്. നോമ്പിനേക്കാളും ഹജ്ജിനേക്കാളും സക്കാത്ത് കൊടുക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കർമ്മവും എന്താണ്? ദുആയാണ്. അപ്പം ദുആ അള്ളാഹു അല്ലാത്ത ഒരാളോട് ദ്വാരക്കാൻ പാടില്ല. അങ്ങനെ അല്ലാത്ത ഒരാളോട് നിങ്ങൾ ദ്വാരുന്നാൽ ബുദ്ധിമുട്ടായി പോകും, അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിനക്ക് ഉത്തരം ഞാൻ തരാം. എപ്പോൾ തരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, അയ്യു ദുആഇ അസ്മഉ, അള്ളാഹു നമ്മളുടെ പ്രാർത്ഥന കേൾക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാ? ഏറ്റവും കൂടുതൽ കേൾക്കാൻ സമയം അവസരമുള്ള ടൈം ഏതാ? അപ്പോൾ റസൂലുള്ള മറുപടി പറഞ്ഞു, ജൗഫുൽ ലൈലിൽ അഖീർ വ ദുബുരി സലാത്തിൽ മക്തൂബ. 2 സമയം പറഞ്ഞു കൊടുത്ത്. ഒന്ന്, അള്ളാഹു നമ്മളുടെ പ്രാർത്ഥന കേൾക്കാൻ ഏറ്റവും യോഗ്യമായ സമയം രാത്രിയുടെ അവസാനയാമം. അത് റമളാനിന് മാത്രമല്ല, റമളാൻ കഴിഞ്ഞാലും അങ്ങനെ തന്നെ. പക്ഷെ നമ്മളെല്ലാം പോയില്ലേ റമളാൻ കഴിഞ്ഞു വിട്ട്. നമ്മളുടെ നിസ്കാരം കഴിഞ്ഞു, നമ്മളെ പ്രാർത്ഥന കഴിഞ്ഞു, അല്ലേ? തക്ബീറൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പം ഇല്ലല്ലോ ആരും. എല്ലാവരും വിചാരം എന്താ? അല്ലാഹു തആല റമളാനിന് മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക. അങ്ങനല്ല. ജൗഫുൽ ലൈലിൽ അഖീർ, രാത്രിയുടെ അവസാനയാമം. അതല്ലേ ഖുർആൻ പറഞ്ഞ തതജാഫ ജുനൂബുഹും അനിൽ മലാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടും ഭയത്തോടും കൂടി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ദുആ ചെയ്യുന്നവർ എന്ന് ഖുർആൻ പറഞ്ഞവരെ അവരെ പറ്റിയ അവർ അള്ളാഹുവിനോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ജൗഫുൽ ലൈലിൽ അഖീർ വ ദുബുരി സലാത്തിൽ മക്തൂബ. ഫർദ് നമസ്കാര ശേഷം, ഫർദ് നമസ്കരിച്ച് ഉടനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഏറ്റവും കൂടുതൽ ഉത്തരം നൽകും. അതുപോലെ സുജൂദിൻ്റെ രംഗത്ത് നമ്മൾ സുജൂദിൽ വെച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യും. റസൂലുള്ള പറഞ്ഞു, അക്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഉത്തരം കൊടുക്കുന്ന സന്ദർഭം ഒന്ന് സുജൂദിലാണ്. വഹുവ സാജിദ്, അവൻ സുജൂദ് ചെയ്യുമ്പോൾ. ഫഅക്സിറു ഫീഹി ദുആ, അതുകൊണ്ട് നിങ്ങൾ സുജൂദിലെ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. നമ്മളൊക്കെ സാധാരണ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർത്തിവെക്കും. നമ്മളെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അങ്ങനല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കുക. പക്ഷെ നിസ്കാര വേളയിലാവുമ്പോൾ അറബിയിലായിരിക്കുന്നു മാത്രം, മലയാളത്തിൽ പറയാൻ പാടില്ല. അങ്ങനെ നമസ്കാരത്തിൽ സുജൂദിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴേ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏത് പ്രാർത്ഥന ഉപയോഗിക്കുക. സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത് 3 വട്ടം പറഞ്ഞു. ഇനിയും ഇമാമ് സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേറെ പ്രാർത്ഥന എടുക്കാം. ഇടയിൽ ചില പ്രാർത്ഥന നടത്തിയൂടെ? അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വർസുഖ്നി വഹ്ദിനി വആഫിനി, ഇതൊക്കെ ദുആയല്ലേ? ഏതെല്ലാം ദുആയുണ്ട്? ആ ദുആകളൊക്കെ എടുക്കാം, ആ പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കാം. അപ്പോൾ സുജൂദിൽ അള്ളാഹുവിനോട് നിങ്ങൾക്ക് മലയാളത്തിലല്ലാത്ത പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം നിസ്കാരത്തിൽ എന്ത് പാടില്ല? മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല, വേറെ ഭാഷയിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയുടെ അന്ത്യയാമത്തെക്കുറിച്ച് റസൂലുള്ള പറയാണ്, യൻസിലു തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ. എല്ലാ രാത്രിയിലും, റമളാനിലല്ല, ലൈലത്തുൽ ഖദറിലല്ല ഈ പറയുന്നത്, മരണം വരെ ഭൂമുഖത്ത് രാപ്പകലുണ്ടാകുന്ന എല്ലാ
രാത്രികളിലും അള്ളാഹു തആല ഇറങ്ങി വരും. അള്ളാഹു ഇറങ്ങും, ആകാശത്ത് നിന്ന് ഇറങ്ങും. യൻസിലു തബാറക വ തആല കുല്ല ലൈലത്തിനില സമായി ദുനിയ യബ്ക സുലുസുൽ ലൈലിൽ അഖീർ. രാത്രിയുടെ അവസാന സമയം ബാക്കിയാകുന്ന ആ സമയത്ത് അള്ളാഹു ഭൂമിയിലേക്ക് ഇറങ്ങും. ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഭൂമിയോട് അടുത്ത ആകാശത്തേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹു ചോദിക്കും, മൻ യദ്ഉനി. അപ്പോഴാണ് ഒരാളെന്ത് ചെയ്യുന്നത്? ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നത്. ആ സമയത്താണ് അള്ളാഹ് ചോദിക്കുന്നത്, മൻ യദ്ഉനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ? ഫസ്തജീബു ലഹു, ഞാൻ അവന് ഉത്തരം കൊടുക്കാം. അപ്പം നമുക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഫസ്തജീബു ലഹു. പിന്നെയോ വമൻ യസ്അലുനി, ആരാണ് ആവശ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്? പല ആവശ്യങ്ങൾ നമുക്ക് അല്ലേ? ചിലർക്ക് ആരോഗ്യ ആവശ്യം, വേറെ ചിലർക്കോ രോഗത്തിൽ നിന്ന് മുക്തരാവില്ല, വേറെ ചില ആളുകൾക്ക് വീടാണ്, വേറെ ചില ആളുകൾക്ക് മക്കളെ കല്യാണം കഴിക്കണം. അങ്ങനെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ആരുണ്ട് എന്നോട് ആവശ്യങ്ങൾ ചോദിക്കാൻ? മൻ യസ്അലുനി ഫഊതിഹു, ഞാൻ കൊടുക്കാം, അവൻ്റെ ആവശ്യങ്ങൾ ഞാൻ കൊടുക്കാം ഈ രാത്രി നിങ്ങൾ ചോദിച്ചാൽ കേട്ടോ. പിന്നെ മൻ യസ്തഗ്ഫിറു ലി, എന്നോട് ആരുണ്ട് പൊറുക്കലിനെ തേടാൻ? ഫഅഗ്ഫിർ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കാം. അപ്പം 3 കാര്യം ഇപ്പോൾ പറഞ്ഞു. രാത്രിയുടെ അന്ത്യയാമത്തിൽ അള്ളാഹു നമ്മോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരികയും അള്ളാഹു ചോദിക്കും, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ? ആരുണ്ട് എന്നോട് മാപ്പ് ചോദിക്കാൻ? ആരുണ്ട് എന്നോട് ആവശ്യങ്ങൾ ചോദിക്കാൻ? ഒക്കെ നൽകാം. അപ്പോൾ ഈ സമയവും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത്, സ്വർഗം നേടുന്ന ആളുകളെ പറ്റി പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞു, ഒബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഹും യസ്തഗ്ഫിറൂൻ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. അപ്പോൾ വെറുതെ ദുആ ചെയ്താൽ പോരാ, സമയം തിരഞ്ഞെടുക്കണം. അള്ളാഹു ഏറ്റവും കൂടുതൽ ഉത്തരം നൽകുന്ന ഈ ഇത്തരം സന്ദർഭങ്ങൾ. അതുപോലെ തന്നെ മാ ബൈനൽ ആദാനി വൽ ഇഖാമ, ആദാന്റെയും ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട സമയം അത്. അതുകൊണ്ട് ആ സമയത്തും അതിപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് പിന്നെ ഇഖാമത്ത് കൊടുക്കുന്നതിനിടയിൽ കുറച്ച് സമയമുണ്ട് അല്ലേ? അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ സഹാബത്ത് നബിയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അത് വളരെ കുറഞ്ഞ സമയമല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, വസ്അലു, നിങ്ങൾ ചോദിക്കണം അൽ ആഫിയ, ആരോഗ്യം. ആ സമയത്ത് നിങ്ങൾ ചോദിക്കേണ്ടത് ആരോഗ്യം. കാരണം എന്താ? ലോകത്ത് മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യം. അത് നഷ്ടപ്പെടുമ്പോൾ അത് അറിയുള്ളൂ. അപ്പോൾ വളരെ ചെറിയ സമയമാണ്. അൽ അഫ്വ വൽ ആഫിയ, 2 കാര്യം പറഞ്ഞു. വസ്അലു ലഹു, നിങ്ങൾ ആ സമയത്ത് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ ഇടയിൽ റബ്ബിനോട് ചോദിക്കേണ്ടത് അഫു, ഒന്ന് വിട്ടുവീഴ്ച, മാപ്പ് തരാൻ, വന്നുപോയ തെറ്റുകൾ മാപ്പ് നൽകാൻ. 2 അൽ ആഫിയ, ആരോഗ്യം കേട്ടോ. ഇത് 2ഉം ചോദിക്കണമെന്നാണ് റസൂലുള്ള പറഞ്ഞത്. അങ്ങനെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുന്ന സന്ദർഭങ്ങളാണ് ഞാൻ വിശദീകരിച്ചത്. ആ സന്ദർഭങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നബിയെ പറയുക, മാ യഅബഉ ബിക്കും റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല, ലൗലാ ദുആഉക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ. പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ ഗൗനിക്കുന്നത്. മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും ഫഖദ് കദ്ദബ്തും, നിങ്ങൾ പ്രാർത്ഥന നിർവഹിക്കുന്നത് നിഷേധിച്ചു കളഞ്ഞാൽ ഫസൗഫ യകൂൻ ലിസാമ, അതികഠിനമായ ശിക്ഷ പിടികൂടും. അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുന്നവർക്ക് ശിക്ഷ ഉണ്ട്, പ്രാർത്ഥിക്കുന്നവർക്കോ ഉത്തരം കിട്ടും. കിട്ടണം എന്ത് വേണം? നമ്മൾ ഉത്തരം കിട്ടുന്ന സമയങ്ങളിലും ഒക്കെ ശ്രദ്ധിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെ അള്ളാഹു ദുആ കബൂൽ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇപ്പം ഞാൻ ഈ പ്രാർത്ഥനയില്ലേ, ഇതിപ്പം ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിലല്ലേ? അപ്പം അതിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആമീൻ പറയേണ്ടത്. ഇതാണ് സന്ദർഭം. ഇപ്പം ഞാൻ തോരുന്നില്ലേ ഖുതുബിൻ്റെ ഇടയിൽ, അള്ളാഹു നമ്മൾ അതിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോൾ നമ്മളെ കൽബ് കൊണ്ട് ആമീൻ പറയണം. അല്ലാണ്ട് കിടക്കുകയാണെങ്കിൽ കിടന്നോട്ടെ, കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, ആമീൻ പറഞ്ഞിട്ടേക്കെ വെറുതെ ഒത്തിരിക്കല്ലേ, അങ്ങനല്ല. അതുകൊണ്ടാണ് ഫഖ്ലിസു ലഹു ദുആ, അള്ളാഹിനോടുള്ള പ്രാർത്ഥന ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. പക്ഷെ പ്രയാസം വന്നാൽ നമുക്ക് ആത്മാർത്ഥം ഉണ്ടാവും. നമ്മളെ ഭാര്യ മരിക്കാൻ കിടക്കുന്നു, ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ചു, ഒരു മാറ്റവുമില്ല, രോഗം അതിനേക്കാൾ കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. സ്വാഭാവികമായും അദ്ദേഹം ഭാര്യയുടെ കട്ടിലിൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഏത് കൂട്ടുകാരനെ കണ്ടാലും ദ്വാരക്കണേ പറയണ്ടപ്പോ പറഞ്ഞു പോകും. എന്താ കാരണം? ഓനെ അത്രമാത്രം അള്ളാഹു പരീക്ഷിക്കുക. അപ്പോഴേ ഓനെ അള്ളാഹിനോട് അടുക്കൂ. ചെറിയ അനുഗ്രഹം കൊടുത്താലോ പിന്നെ ഓനെ കാണൂല.
അതല്ല ഖുർആനിൽ പറയുന്നുണ്ട്. അത്തരം ആളുകളുടെ അല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, മൻ സർറഹു, ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അൻയസ്തജീബ് അള്ളാഹു ഉത്തരം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സന്തോഷവേളകളിൽ അള്ളാഹിനോട് കൂടുതൽ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന നമുക്ക് നല്ല സന്തോഷമുള്ള സമയത്ത്, നമ്മൾ ഒരുപാട് ആരോഗ്യവും ഒരുപാട് സന്തോഷവും കുടുംബത്തെ നല്ല ആനന്ദമൊക്കെ ഉള്ള സമയത്ത് അള്ളാഹിനോട് കൂടുതൽ അടുക്കുക. അപ്പം അള്ളാഹു കഷ്ടപ്പെടുന്ന സമയത്ത് അള്ളാഹ് കൂടെ ഉണ്ടാവും. അങ്ങനെ കൂടുതൽ അള്ളാഹിനോട് അടുക്കാനും പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹു കൂടെ ഉണ്ടാവുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശറഫ. പ്രിയങ്കരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ജീവിതത്തിൽ പകർത്തുകയും മരണം വരെ കൽബ് ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകാത്ത വിധം എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായാലും തെറ്റുകളിലേക്ക് പോകാതെ നന്മയിൽ ഉറച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റിപ്പോയ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു ദീനിലേക്ക് കടന്നു വരാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ തന്നെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും അല്ലേ? പലരും കളുടിയന്മാരായിട്ടും ചൂറ്റൽക്കാരായിട്ടും പലിശക്കാരായിട്ടും ബാങ്കായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ സന്മാർഗം ദുർമാർഗത്തിലേക്ക് സഞ്ചരിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും അല്ലേ? അത്തരം ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അവരൊക്കെ നമ്മളുടെ കൂടെ സ്വർഗത്തിലാണ് ഉണ്ടാവേണ്ടത്, നരകത്തിലല്ല അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇനി ഏറ്റവും കൂടുതൽ ഒരാൾ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, റസൂലുള്ള പറയാം, ലൈസ ഷൈഉൻ അക്റമ അലല്ലാഹി മിന ദുആ. അള്ളാഹിനോട് ദുആ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു ഇബാദത്തുമില്ല. നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടുക. അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെട്ടാലോ, അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് വിളിച്ചിട്ട് പറയും, ജിബ്രീൽ, ഞാൻ ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളാരാണ്? അള്ളാഹിനോട് ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നവർ. അങ്ങനെ അള്ളാഹ് ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു മലക്കിനെ വിളിച്ച് പറയുന്നു, അഹിബു, നിങ്ങളും അദ്ദേഹത്തെ സ്നേഹിക്കണം. ആരെ? ജിബ്രീലിനോട് പറയാൻ സ്നേഹിക്കാൻ. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം നമ്മളെ സ്നേഹിക്കും. എന്നിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം അഹ്ലുസമാ, ആകാശലോകത്തുള്ള മറ്റ് മലക്കുകളോട് പറയും, അള്ളാഹു ഇന്നൊരാൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടണം. അപ്പം ആകാശലോകത്തുള്ള മുഴുവൻ മലക്കുകളും അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഇഷ്ടപ്പെടും. അത്തരം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുകളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, അള്ളാഹു അല്ലാത്തവരോടൊരിക്കലും പ്രാർത്ഥിക്കരുത്. അത് വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തിക്കും കേട്ടോ. അതൊരിക്കലും നമുക്ക് സന്തോഷമല്ല, നേരെ മറിച്ച് നമ്മളെ ജീവിതം മുഴുവനും തുഴച്ചു കളയും. ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും അല്ലേ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി അള്ളാഹ് പറയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവർ ആരാണവർ? അവരാരാ? നമ്മളിപ്പോൾ നിങ്ങളിങ്ങനെ ഇവരോടൊക്കെ ദ്വാരക്കുകയാണ്, ഇവരെ ആരാന്ന് വെച്ചാൽ ദ്വാരുന്നവർ നമ്മളോട് ചോദിക്കും, ഓലാരാ നിങ്ങൾക്കറിയോ, ഓലാരാ നിങ്ങൾക്കറിയോ? എന്നാൽ അള്ളാഹ് പറയാം, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള ദാസന്മാർ മാത്രമാണ്. ഇവിടെ ജീവിച്ച് മരിച്ചു പോയവരാണ്, ബദരീങ്ങൾ അവരാണ്, ഇവിടെ ജീവിച്ചതാണ്. അവർ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിച്ചവരാണവർ. എന്നല്ലാതെ അവർ മനുഷ്യന്മാരിൻ്റെ പരിധിക്ക് അപ്പുറം പോകില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാർ മാത്രമാണ്. അതുകൊണ്ട് ഫദ്ഊഹും ഫലിയസ്തജീബൂ ലക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്യും. അള്ളാഹ് പറയാം, നിങ്ങൾ അവരോട് ദുആ ചെയ്യും, നമുക്ക് ഉത്തരം ചെയ്യണമെന്ന് കാണാമല്ലോ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നെങ്കിൽ. അപ്പം അള്ളാഹു അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. അങ്ങനെ ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യുന്ന ഒന്ന് കാണാമല്ലോ എന്നാണ്. അങ്ങനെ ഇല്ല. അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യണം. ആ ദുആ ചെയ്യുമ്പോൾ തന്നെ ഖുർആൻ പറയുന്നു, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, നിങ്ങൾ
വളരെ വിനയത്തോടുകൂടി ദ്വാർക്കുമ്പോൾ അങ്ങേയറ്റത്തെ വിനയം വേണം. അങ്ങനെ മാനസികമായിട്ട് ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ട് വിനയം കൊണ്ടുവരണം ദുആ ചെയ്യുമ്പോൾ അള്ളാഹിനോട്. തളറുവൻ വഹുഫിയത്തൻ, ഭയത്തോടുകൂടി. ഹുഫിയത്തും ഉണ്ടാവണം, തളറും ഉണ്ടാവണം. എന്നിട്ടോ ഇന്നഹു ലാഹി യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് വിട്ട് ദുആ ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതാരാ ഈ അതിര് വിട്ടോല്? ഹറാമ് നേടിക്കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാർക്കുക, അത് മുഅ്തദാണ്. പടച്ചോനെ എൻ്റെ ഒരു കേസുണ്ട്, ആ കേസിൽ ഞാൻ കുറ്റക്കാരനാണ്, പക്ഷേ ഞാൻ കുറ്റക്കാരനാണെങ്കിലും അള്ളാഹു എനിക്ക് നീ അനുകൂലമായി വിധിക്കണമെന്ന് ദ്വാർക്കാൻ പാടില്ല, അത് മുഅ്തദാണ്. പാപങ്ങൾ നടത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാർക്കാൻ പാടില്ല, അത് മുഅ്തദാണ്, അതിൽ വിട്ടവനാണ്. അപ്പം ആ നിലക്ക് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം കാര്യങ്ങളൊക്കെ ദ്വാരക്കുന്നത്. അങ്ങനെ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുക. അള്ളാഹു അങ്ങേയറ്റം നമ്മളുടെ പ്രാർത്ഥന സ്വീകരിക്കും. ഒരു കാരണവശാലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വീകരിക്കൂല. ഈ അള്ളാഹു അല്ലാത്തവർ കേൾക്കുമെന്ന് പറയാൻ ചില ആളുകൾ ഒരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. ആ ഹദീസ് കൂടി ഒന്ന് കേൾക്കാം. മരിച്ചവർ കേൾക്കും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. ഇമാം ബുഖാരി 398 നമ്പറായി ഉദ്ധരിച്ചൊരു ഹദീസ് അതാണ് പറയാറുള്ളത്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു കാല വഖഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖലീബി ബദർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ പൊട്ടക്കണ്ടിൽ, ബദർ കണ്ടോ അല്ല പ്രചരിക്കുന്നതിൽ 90% ആൾക്കാരും മക്കത്ത് പോയാലായിരിക്കും ബദർ കണ്ടിട്ടുണ്ടാവും അല്ലേ. ബദറിൻ്റെ പൊട്ടക്കണ്ടിൽ അവിടെ നബി നിന്നു. ഫഖാല, എന്നൊരു നബി ചോദിച്ചു, ഹൽ വജത്തു മാവാദ റബ്ബുക്കും ഹക്ക, പരലോകമുണ്ട് എന്ന് അള്ളാഹു വാഗ്ദത്തം ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ആരോട്? മുശ്രിക്കുകളായ ആളോട്. അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നബി ചോദിക്കുക, നിങ്ങൾ ഇപ്പം മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം ഇവിടെ ഉള്ള നമ്മളെക്കാൾ കൂടുതൽ ആൾക്കാർ പരലോകമുണ്ടെന്ന് മനസ്സിലായോ? മരിച്ചോൾക്കല്ലേ, ഓർക്ക് മനസ്സിലാവും. അപ്പം അള്ളാഹു വാഗ്ദത്തം ചെയ്ത കാര്യം സത്യമാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ എന്നാ ചോദ്യം. അപ്പോൾ ഫഖീലഹു, അപ്പം നബിയോട് ചോദിച്ചു, ആ തദൂ അംവാത്ത, നബിയെ മരിച്ചവർ കേൾക്കുമോ? ഫഖാല, നബി പറഞ്ഞു, മാ അൻതും ബി അസ്മാ മിൻഹും, ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങളെക്കാൾ കൂടുതൽ കേൾക്കുന്നവരവരാണ്. വലാകിൻ ലാ യുജീബുൻ, പക്ഷെ അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഒരപ്പ അറിയുന്നത് പരലോകമുണ്ട്, നരകമുണ്ട്, ഖബറിൽ ചോദ്യമുണ്ട്, കാര്യങ്ങളൊക്കെ അറിഞ്ഞോലാരാ? മരിച്ചോലാ, മരിക്കാത്തവരല്ല. അതാണ് അവ പറഞ്ഞത് കേട്ടോ. വലാകിൻ ലാ യുജീബുൻ ഫദുകിറ ലി ആയിഷ, ആയിഷ റളിയല്ലാഹു പറഞ്ഞു, കാലത്ത് ഇന്നമാ കാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹും ലയഅലമൂന, അല്ലാൻ ഇപ്പോൾ അവരറിയുമെന്നാണ് നബി പറഞ്ഞത്. ആയിഷ ബീവി, അന്നമാ കുന്തു അഖൂലുഹും ഹക്ക്, ഞാൻ അവരോട് പ്രബോധനം ചെയ്ത കാര്യങ്ങളൊക്കെ ഹക്കാണെന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സുമ്മ കറഅത്ത്, പിന്നെ ആയിഷ ബീവി ഓതിക്കൊടുത്തു, ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ മുഹമ്മദ് നീ കേൾപ്പിക്കുകയില്ല. മാ അൻത ബി മുസ്മിൻ മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ കേൾപ്പിക്കാനുള്ള കഴിവ് മുഹമ്മദ് നിനക്കില്ല. സൂറത്ത് ഫാത്തിർ. ഇത്തരം ആയത്തുകളൊക്കെ ആയിഷ ബീവി ഓതി കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞിരുന്നത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ പ്രാർത്ഥന കേൾക്കൂല. കേൾക്കുമെന്ന് പറയുന്നത് ഇത്തരം ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് കേൾക്കുമ്പോൾ നബി വരെ ചോദിച്ചില്ലേ, ബദറിൻ്റെ പൊട്ടം കെട്ടി കിടക്കുന്നവർ നിങ്ങൾ കേൾക്കുന്നില്ലേന്ന്? അതിൻ്റെ ഉത്തരം അപ്പം പറഞ്ഞത്, അവർ കേൾക്കും നമ്മളെക്കാൾ, പക്ഷെ അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. മനസ്സിലായി? ഭാഷ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് പകരം അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നരകം നിർബന്ധമാക്കും. വക്കാല റബ്ബുക്കും, റബ്ബ് ദാ പറയുന്നു, ദുഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തബ്ജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നോട് പ്രാർത്ഥിക്കുന്നതിന് അഹങ്കാരം കാണിക്കുന്നവരാരായാലും സയദ്ഖുലൂന ജഹന്നം, അവർ നരകത്തിൽ പ്രവേശിക്കും, ദാഖിലീൻ, നിന്ദ്യരായിട്ട്. അതുകൊണ്ട് അത്തരം നിന്ദ്യതയിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുകയും അവൻ്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ അള്ളാഹു നമുക്കെല്ലാം ഇടം നൽകുകയും അള്ളാഹുവിൻ്റെ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് അള്ളാഹിനോട് മാത്രം ദുആ ചെയ്ത്, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പ്രാർത്ഥനയ്ക്ക് ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്കുള്ള യാത്ര, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആരോഗ്യമില്ലാതെ കഷ്ടപ്പെട്ട് ആശുപത്രികളിലും വീടുകളിലുമൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായ ആരോഗ്യം മരണം വരെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ.
നമുക്ക് അല്ലാഹു നൽകിയ ഹിദായത്ത് നഷ്ടപ്പെടാതെ ഒരു നിലക്കും മാർഗഭ്രംശം സംഭവിക്കാതെ മരിച്ചു പിരിയും വരെ ഹിദായത്തോടു കൂടി ജീവിക്കുവാൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന കബൂൽ ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലി അൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.